ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പ. ഒന്ന് തുറക്കടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കണോന്ന്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. തനിക്ക് ഇതിനു മുമ്പ് ടെലിഗ്രാഫ് ഓഫീസിലായിരുന്നു ജോലി. ഞാൻ ഇവർക്കിട്ടിരിക്കുന്ന പേര് ആര്യഭട്ട എന്നും രോഹിണി എന്നുമാ. അതായത് എപ്പോഴും ഒരു കണ്ണുകൾ കൊണ്ടുള്ള സംപ്രേഷണ വിക്ഷേപണ പ്രക്ഷോഭണ. എല്ലാവരുടെയും ചിരിയും കളി അവസാനിക്കാൻ പോവുക. റീജിയണൽ മാനേജറായി ബോംബെന്ന് വിഷ്ണു മേനോൻ ചാർജ് എടുക്കുന്നു. ഇനി നിങ്ങളുടെയൊക്കെ ലേറ്റ് ആയിട്ടുള്ള വരവും നേരത്തെയുള്ള പോക്കും എനിക്കൊന്ന് കാണണം. അയ്യോ, ഞങ്ങൾ രണ്ടുപേരും വളരെ നേരത്തെ എത്താറുണ്ട്. ഓഫീസ് ജോലിക്കൊന്നും അല്ലല്ലോ, ഈ വക സംപ്രേഷണ വിക്ഷേപണത്തിനല്ലേ. വാസു, നീ പ്രത്യേകം സൂക്ഷിച്ചോണം. നിന്റെ സമയം വളരെ മോശമാണ്. 7:30 ശനിയാ. മീനരാശിയിലെ പൂരുരുട്ടാതി ആയതുകൊണ്ട് ജന്മശനി തുടങ്ങുക. ചിരിക്കണ്ട ചിരിക്കണ്ട. നിങ്ങളുടെ സമയം അത്ര നല്ലതൊന്നുമല്ല. അത്വം പുണർന്നുമല്ലേ. അല്ല, പുള്ളിക്കാരൻ എപ്പോഴാ ചാർജ് ആ വക ഡീറ്റെയിൽസ് ഒക്കെ മാനേജ്മെന്റ് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുക. എന്നാലും വൈകുന്നേരത്തെ ഫ്ലൈറ്റിനും ബോംബെന്ന് ഇവിടെ എത്തുമെന്നാണ് ടൈമിൽ സാർ എഴുതിയിരിക്കുന്നത്. കുത്തഴിഞ്ഞ് നടക്കുന്ന ഈ ഓഫീസ് നേരെയാക്കണമെങ്കിൽ വിഷ്ണു സാറിനെ പോലെ സ്ട്രിക്റ്റ് എക്സിക്യൂട്ടീവ് വേണമെന്ന്. സമ്മതിച്ചു. എന്റെ അനിയന് മൂക്കത്ത് ഇഞ്ചി തന്നെയാ. അത് ഞാനങ്ങ് സഹിച്ചോളാം. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പങ്ങൾ ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ ഇങ്ങോട്ട് വരാതെ ബോംബെ സ്ഥിരതാമസമാക്കിയിരുന്നെങ്കിൽ. ഈ വീട് അവന് ഇഷ്ടപ്പെടുമെന്ന് എന്റെ പേടി. അതിനിത് വിലക്ക് വാങ്ങിച്ചൊന്നും അല്ലല്ലോ, വാടകയ്ക്കല്ലേ. എടി, ഈ ഏരിയയിൽ ഇത്രയും സജ്ജീകരണങ്ങളോടുകൂടി ഇങ്ങനെ ഒരു വീട് കിട്ടുന്നത് മഹാഭാഗ്യം. എന്തായി കാണിക്കുന്നത്? കൈ മുറിഞ്ഞു. ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? ഇപ്പൊ വിരൽ മുറിഞ്ഞില്ലേ? എന്റെ അളിയന് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി വിരലല്ല, ഞാൻ കൈ വരെ മുറിക്കട്ടെ. പിന്നെ അവൻ നമ്മളോട് ഇവിടെ കുറച്ചു ദിവസം താമസിക്കാൻ നിർബന്ധിച്ചിരിക്കും. സമ്മതം മുളിയാക്കരുത്. എന്തിനാണ് ഇത്ര പെട്ടെന്ന് വീട്ടോട്ട് കയറി ചെല്ലുന്നത്? ആഹാ, എനിക്കറിയാം ഇതാ മനസ്സിലിരിപ്പെന്ന്. അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞത്. വിളവെടുപ്പാ, പിടിപ്പത് ജോലിയുള്ള സമയമാ. ആർക്ക് വേണ്ടിയാടി നമ്മൾ ഈ സമ്പാദിക്കുന്നത്? കുട്ടികളോ ഇല്ല, വിളവെടുപ്പാണ് പോലും. വിളവെടുപ്പ് പെട്ടിയൊക്കെ ഇറക്കി ഒന്ന് അകത്തേക്ക് വെച്ചേക്ക്. യാത്രയൊക്കെ സുഖമായിരുന്നു വിഷ്ണു. എന്റെ വരവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ രഹസ്യമാക്കി വെച്ചിട്ടും ഓഫീസിൽ നിന്ന് സ്വീകരിക്കാൻ സ്റ്റാഫ് എത്തിയിരുന്നു. നല്ല ഹാരം. ഇത് എവിടുന്ന് വാങ്ങിച്ചതാ? ആഫ്രിക്കയിൽ നിന്ന്. ആഹാ, നോണ. അത് നോണ. വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് എടുക്കുന്നു. വിഷ്ണു, ഇതാണ് ഡ്രോയിങ് റൂം, സ്വീകരണ മുറി. വരുന്ന സന്ദർശകരെ സ്വീകരിച്ച് ഇവിടെയോ അവിടെയോ ഇരുത്താം. ഞാൻ വിചാരിച്ചു കിച്ചണിലായിരിക്കും ഇരുത്തേണ്ടതെന്ന്. എന്തു അളിയത്, ഞാൻ വല്ല കൊച്ചു കുട്ടിയോ മറ്റാണോ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയാ വിട്ടുതരേ പറയൂ. പാർവതി, നീ വളച്ചിലെടുക്കല്ലേ. നമുക്ക് ഡ്രോയിങ് റൂമിന്റെ മൊത്തം അറേഞ്ച്മെന്റ്സ് ഒന്ന് മാറ്റണം. അതൊക്കെ സോഫ സെറ്റ് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് വരൂ. ഇതാണ് ബെഡ്റൂം, കിടപ്പ് മുറി എന്ന് പറയും. രാത്രി ഇവിടെയാണ് കിടക്കുന്നത്. അറേഞ്ച്മെന്റ്സ് ഒന്നും ശരിയല്ല. ഈ കട്ടിൽ ഇപ്പുറത്തേക്ക് മാറ്റണം. AC കിട്ടണ്ടേ? ഈ ടേബിൾ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് അപ്പുറത്തെ ഡ്രസ്സിംഗ് ടേബിൾ ഇങ്ങോട്ട് മാറ്റി. എന്താ വേണ്ടെന്ന് വെച്ചാ നീ തന്നെ ചെയ്തോ. വിഷ്ണു, ഈ ജനാലയൊക്കെ തുറന്നിട്ട് എയർ കണ്ടീഷൻ ഇട്ട് കിടന്ന നല്ല കാറ്റ് കിട്ടും. മണ്ടത്തരം പറയാതെടി. ഈ വിവരക്കേട്ടിന് എനിക്ക് വേണ്ടി ഇവളോട് ക്ഷമിക്കളിയാ. പോട്ടെ. എടീ, ഈ ജനാല തുറന്നിട്ടിട്ടാണോ എയർ കണ്ടീഷൻ ഓൺ ചെയ്യുന്നത്? അവൻ തണുത്ത് മരവിച്ചു പോത്തില്ലോടി. അയ്യോ, എന്തുവാടി ഇത്? വിഷ്ണുവേ, വിഷ്ണു. ഓ, എത്ര നാൾ കൂടിയിട്ടാണ് ഇത്ര രുചിയോടെ ഭക്ഷണം കഴിക്കുന്നത്. എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യം സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് എത്ര നാൾ കഴിയാന്നാ? വിഷ്ണു, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഈ ഹോട്ടൽ ഭക്ഷണം അധികം കഴിച്ചാൽ ആമാശയത്തിലെ വാൽവുകൾ ബ്ലോക്കായി ചെറുകുടലിൽ അമ്ലങ്ങൾ കെട്ടിക്കിടന്ന് അൾസർ, ക്യാൻസർ, നോക്കി ചിക്കൻ ഇങ്ങോട്ട് വിളമ്പിയേ. അതുകൊണ്ടാണ് എത്രയും വേഗം നീ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. ഭാര്യ വെച്ചു വിളമ്പി തരുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് മറ്റൊന്നിനും കിട്ടില്ലല്ലേ പാറുക്കുട്ടി? ആ ബ്രോക്കർ കേശവൻകുട്ടി 3-4 നല്ല ആലോചനകളായിട്ട് പുറകെ നടക്കുക. നീ വന്നിട്ട് നോക്കാന്നാ ഞങ്ങള് പറഞ്ഞിരിക്കണേ. നമ്മുടെ പൂവള്ളിയിലെ നന്ദന്റെ കല്യാണമാണ് നാളെ ഗുരുവായൂർ വെച്ച്. നിന്നേക്കാൾ 5-6 വയസ്സിന് എളുപ്പം അവൻ. ഈ കല്യാണവും പ്രായവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല ഉറുപ്പേട്ടാ. നീ എന്തുവാടേ ഈ പറയുന്നത്? ഞാൻ കല്യാണം കഴിക്കാതെ സന്യസിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഭാര്യയായി വരുന്ന കുട്ടിയെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓഹോ, ഇപ്പോഴും നീ നിന്റെ 7 കണ്ടീഷൻസ് മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണോ?
എന്റെ വിഷ്ണു, നീ ഈ പറയുന്ന എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങി ഒരു കുട്ടിയെ കെട്ടാൻ ബുദ്ധിമുട്ടാ. ചേച്ചി, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവും. അല്പം വൈകിയാലും ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടിയെ എനിക്ക് കിട്ടാതിരിക്കില്ല. പെട്രോൾ വില കയറുന്ന പോലെ വയസ്സങ്ങ് കയറിപ്പോവും. അവസാനം മൂത്ത് നരച്ച് പല്ലും പൊഴിഞ്ഞ് കണ്ടീഷനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇറത്തി ചാരസിലെ കിടക്കേണ്ടി വരും. നീ ഓർത്തോ? ആകെ കൂടി കുടുംബത്തിലുള്ള ഒരു ആൺതരിയാ. നമുക്കോ കുട്ടികളില്ല. ഇവനും കൂടി ഇങ്ങനെ തുടങ്ങിയ മംഗലത്തുകാരുടെ വംശേ ഇല്ലാതായി പോവും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മോർണിംഗ്. എന്താ ഇവിടെ? അല്ല, സാറിന് സ്വീകരിക്കാൻ. ഞാനെന്താ ആനയോ മറ്റോ ആണോ സ്വീകരിക്കാൻ? അല്ല, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. No. ഇത്തരം ഫോർമാലിറ്റീസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എക്സ്പെക്ട് യു പീപ്പിൾ ടു ഡു യുവർ ഡ്യൂട്ടീസ്. ഓഫീസുകാർ അയച്ചിരുന്നു. അത് ബ്രേക്ക് ഡൗൺ ആയി വഴി കിടപ്പുണ്ട്. അതിന്റെ കാർബറേറ്ററിനൊരു അതിതുവരെ നന്നാക്കിയില്ലേ? ഐ ടോൾഡ് യു മിസ്റ്റർ ദയാനന്ദൻ, നോ എക്സ്ക്യൂസസ്. വടി പോലെ നിൽക്കാൻ നേരെ ചോദിച്ചു നിൽക്കണോ? വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ലീന, റിസപ്ഷൻ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഷേർലി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇത് രേണു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ലക്ഷ്മി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇത് വാസു, ഇവിടുത്തെ പ്യൂണ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇത് ശ്രീദേവി. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അത് കീ കൊടുക്കാൻ മറന്നുപോയതാണ്. ശമ്പളം വാങ്ങിക്കാൻ മറക്കാറില്ലല്ലോ. ഒരു ഓഫീസിലെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനാണ് ഈ ക്ലോക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതേ പങ്ക്ച്വൽ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അല്ല, അത് ഞാനിപ്പോ തന്നെ ഇങ്ങനെയുള്ള ലാപ്സുകൾക്കൊക്കെ ഞാൻ എന്താണ് ചെയ്യാറുള്ളത് എന്ന് അറിയാമല്ലോ. അറിയാം സാർ. ഇൻക്രിമെന്റ് കട്ട് ചെയ്യും. സോ ബി കെയർഫുൾ. സാർ, അറ്റൻഡൻസ് രജിസ്റ്റർ കൊണ്ടുവരും. യെസ് സാർ. സാർ, എല്ലാവരും പ്രസന്റ് ആണ് സാർ. അല്ല, അക്കൗണ്ടന്റ് വിൽഫ്രഡും ക്ലർക്ക് കൃഷ്ണൻകുട്ടി ഒഴിച്ച്. അതെനിക്ക് മനസ്സിലായി. ഈ അക്കൗണ്ടന്റ് ഓഫീസിൽ വരാതായിട്ട് 7 ദിവസമായി. ക്ലർക്ക് ഒപ്പിട്ടിട്ട് 4 ദിവസമായി. എന്താ ലീവ് മാർക്ക് ചെയ്തായിരുന്നത്? അല്ലാതെ ഞാൻ ഇവർ ലീവ് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല അപ്പൊ അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണ് അല്ലേ? 2 പേർക്കും ഇഷ്യൂ ചെയ്യാൻ ഒരു മെമ്മോ ഡ്രാഫ്റ്റ് ചെയ്തോളൂ. സാർ. എന്താ ഇത്? ഇന്നു മുതൽ കൂലി കൂട്ടിത്തരാമെന്ന് മുതലാളി ഞങ്ങളോട് സമ്മതിച്ചിരുന്നല്ലേ? പൗലോസേ, മര്യാദയ്ക്ക് തരുന്നത് മേടിച്ചോണ്ട് പോ. ഇത് ന്യായമല്ല മുതലാളി. നീ ന്യായം പഠിപ്പിക്കാൻ. മുതലാളി, കണ്ണിമാങ്ങ കറി വെക്കാനുള്ളതാ. കരാറുകൾ പാലിക്കപ്പെടാനുള്ളത്. Maybe we are coolies, poor laborers, but we are not rascals. Gone are the days when you could ill-treat us, punish us, and destroy us. This is the day of the poor, the common man. If you utter the word rascal once again, your silver cheeks will enjoy the mark of my golden fist. Understand? Cut. എന്താ എന്ത് പറ്റി? നന്നായി പറഞ്ഞു ചേട്ടാ. തന്റെ അടുത്ത് ഈ ഡയലോഗ്സ് ഒക്കെ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാരാ? അത് സാർ, ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഇത് മലയാളം ടി വി സീരിയലാ, ഇംഗ്ലീഷ് അല്ല. മനസ്സിലായോ? അതെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള സാറിന്റെ തോന്നലാ. ഏത് തൊഴിലാളിയാണോ ഇംഗ്ലീഷിൽ കടുവറക്കുന്ന പോലെ ഡയലോഗ് പറയുന്നത്? സാർ അങ്ങാടിയൊന്നും കണ്ടിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് മുതലാളിമാരെക്കാളും നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തൊഴിലാളികളാ. ഷടാപ്പ്. ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഡയറക്ടറെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്ടറെ എനിക്ക് വേണ്ട. ക്ഷമിക്കണം സാർ, ഞാൻ സാറിനെ വേദനിപ്പിച്ചു എന്ന് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോടോ. അത് സാറിന്റെ വിവരക്കേടും അറിവില്ലായ്മയും കൊണ്ടാ. ഞാൻ പോവാ. എന്തിനാ സ്പോൺസറേഴ്സിനെയും ദൂരദർശനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നത്? ഇതേപോലുള്ള സംവിധായകർ ഉള്ളിടത്തോളം കാലം സീരിയലുകൾ കണ്ട് കണ്ണീര് കുടിക്കാനേ നമ്മുടെ പ്രേക്ഷകർക്ക് യോഗമുള്ളൂ. Get out! എന്താ സാറേ പ്രശ്നം? ഈ ഡോറ് തുറക്കുന്നില്ല. അത്രേ ഉള്ളോ? ഏതാ എന്റെ താക്കോല്? പുതുതായിട്ട് വാങ്ങിയ കാറാണേ. താക്കോലായിരുന്നു മറന്നുപോയി. അതൊന്നും സാരമില്ല. ഈ പൂട്ട് തുറക്കുന്നതിനും പ്രഥമം വയ്ക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേക നാക്ക് വേണം. ഇപ്പൊ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്?
മോഷ്ടിക്കുന്നു, പിടിക്കാതെ, പോലീസ്, പോലീസ്. അതെ, ഇംഗ്ലീഷുകാരൻ തന്നിട്ട് പോയ സോറി എന്ന വാക്കുകൊണ്ട് ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും സോറി എന്ന വാക്കിന് പകരം ക്ഷമിക്കണം എന്ന മലയാള മണ്ണിന്റെ മനോഹരമായ പദം ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യവും അഭിലഷണീയവുമെന്ന് ഞാൻ മൈലന്റെ വിറ്റ് നടക്കുന്നവരെ നാക്കിനേക്കാൾ നീളം ഉണ്ടല്ലോ തന്റെ നാക്കിന്. താങ്ക് യു ചേട്ടാ. മയിലിനെ പോലെ ഞാനും ഒരു സുന്ദരനാണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. തട്ടിയിട്ടത് പോലെ പിന്നെ കിടന്ന് വളവളാന്ന് വാചം അടിക്കുന്നു. പരാതിക്കാരി പാലിക്കുന്ന ഈ മാന്യത, ഈ അന്തസ്സ് സാക്ഷികളായ നിങ്ങൾക്കും പാലിച്ചാലെന്താ? ഇതിനൊരു പരിഹാരമായിട്ട് വേണമെങ്കിൽ എന്നെയും താഴെ തള്ളിട്ടോ. സംസാരിച്ചു നിന്ന് ഇനി അഥവാ ഞാൻ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയാൽ അതും കണ്ടക്ടറുടെ ഭാഗത്തുള്ള തെറ്റായ KSRTC മാനേജ്മെന്റ് കാണും. മീനൻ രാശിയിലെ പൂരുരുട്ടാതി അന്ത്യവാദത്തിന് ദോഷസ്ഥാനമായ 6-ൽ നിന്ന് അനുകൂലമായ 7-ലേക്കാണ് വ്യാഴപ്പകർച്ച. സാറേ, എന്തു പറ്റിയുടെ വഴിക്കൊക്കെ ഞാൻ എന്റെ സമയം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നതാ. ഇനി കുറച്ചു നാളത്തേക്ക് നിന്റെ സമയം വളരെ നല്ലതാണെന്ന് ഞാൻ കഴിഞ്ഞ മാസം നോക്കി പറഞ്ഞല്ലേ. അത് എപ്പോഴും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നിന്റെ കയ്യിലിരിപ്പ് വളരെ മോശം. എന്റെ കയ്യിലെന്താ? ഒന്നുമില്ലല്ലോ. ഈ ടൈപ്പ് തമാശയൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ നിന്റെ TV സീരിയലിൽ തന്നെ കാച്ചിയാൽ മതി. എടാ, ലീവ് അപ്ലിക്കേഷൻ പോലും തരാതെ ഇങ്ങനെ മുങ്ങി അടക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? അത് ഒരു കലാകാരന്റെ അന്തർദാഹം. വാഴക്കൊല. പുതിയ റീജിയണൽ മാനേജർ ചാർജ് എടുത്തിരിക്കുക. എംപ്ലോയീസിനെ ഏതെല്ലാം രീതിയിൽ പിരിച്ചുവിടാൻ പറ്റും എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാർ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. സർ. യെസ്. ഉണ്ടല്ലോ, വിൽഫ്രഡിന് സാറിനെ കണ്ട് സംസാരിക്കണമെന്ന്. വിളിക്കൂ. വരൂ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. മെമ്മോ കിട്ടിയില്ലേ? കിട്ടി. എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ അക്കൗണ്ടന്റിന്റെ കീ പോസ്റ്റിൽ ഇരുന്നിട്ട് ആബ്സെൻസിൽ ചാർജ് ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ല സർ. ഇനി മുതൽ ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാം സർ. അതുപോട്ടെ, നിങ്ങളൊരു ലീവ് ആപ്ലിക്കേഷൻ പോലും കൊടുക്കാത്തതിന്റെ കാരണം? സർ, അത് എന്റെ കുട്ടിക്ക് സുഖമില്ലാതെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട്. ആ ഡേ ബുക്കും ക്യാഷ് ബുക്കും അപ് ടു ഡേറ്റ് ആക്കി 2 ദിവസത്തിനകം എന്നെ കാണിക്കണം. അതുപോലെ പ്രോപ്പർ വൗച്ചേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാത്ത ധാരാളം ട്രാൻസാക്ഷൻസ് നടന്നതായി കാണുന്നുണ്ട്. ഇതൊന്നും പോരാ, എല്ലാം പ്രോപ്പർ ആയിരിക്കണം. ശരി സർ. പിന്നെ ആ ബോംബെ ബ്രാഞ്ചുമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ ഒരു 1,45,000 റുപ്പീസിന്റെ മിസ്അപ്രോപ്രിയേഷൻ നടന്നതായിട്ട് അവർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി അവരുടെ മിസ്റ്റേക്കാണ് സർ. ഞാൻ കറക്റ്റ് ആയിട്ട് 1,45,000 ഡ്രാഫ്റ്റ് അയച്ചിട്ടുള്ള. എനിവേ, ആ ട്രാൻസാക്ഷൻ എൻക്വയറിയുടെ ഫയലും അപ് ടു ഡേറ്റ് ആക്കി കാണിക്കണം. സർ. മിസ്റ്റർ ദയാനന്ദൻ. സർ. 1 minute. ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദ ഹോൾ സെറ്റപ്പ് ഹിയർ. ഒരു ടോട്ടൽ അഴിച്ചുപണി ആവശ്യമാണ്. ഹെഡ് ഓഫീസിൽ നിന്നും ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റിന്റെ 50% പോലും അച്ചീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതാണെങ്കിൽ പെൻഡിങ്ങും. ഡേ ബൈ ഡേ നമുക്ക് നല്ല നല്ല കസ്റ്റമേഴ്സിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റെനോഗ്രാഫറുടെ പോസ്റ്റ് വേക്കന്റ് ആക്കി കിടക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? അത് ഹെഡ് ഓഫീസിലേക്ക് പലതവണ റിമൈൻഡർ അയച്ചിട്ടും ഇനി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നടത്തി ആളെ പോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും കാലം എത്ര പിടിക്കും?
ടെമ്പററി വേക്കൻസിയിൽ പോസ്റ്റ് ചെയ്യാൻ കുറച്ചുപേരെ ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുക. അത് സാരമില്ല. ആ ലിസ്റ്റിൽ നെക്സ്റ്റ് എലിജിബിൾ ഹാൻഡിന് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അയച്ചോളൂ. അല്ലാതെ സാർ ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ ഞാൻ അപ്രൂവൽ വാങ്ങിച്ചോളാം. പിന്നെ ഓൺലി ഫോർ 6 months ഓർ ടിൽ എ പെർമനന്റ് ഹാൻഡ് ടേക്സ് ചാർജ് എന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രത്യേകം കാണിക്കണം. Sir. ഓക്കെ? സാർ യെസ്.